കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങളമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേനദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്ത മുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ തൽക്ഷണേ ദെയ്യും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാനനുജനും. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്രേ ശിരസി വീണിടിനേ നന്ദനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തും കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിശാകരതാപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പരിപൂർണ ഭാഗ്യോദയ കണ്ടു മഹാമുനി ചൊല്ലിനാനെന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും
ദയാനിധേ ജീവനെ തേ ധരിക്കേണ്ടുപായമിന്നേവ മെന്നോടു ചൊല്ലിത്തരേണമേ. എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവദനായരുളി ചെയ്തു, സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമേ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുത്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമൂർക്ക നീ. ചിച്ഛയായോടു സംയുക്തമായി വർത്തതേ തപ്തയാമായുള്ളോരയ പിണ്ടവിൽ സദാ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാകന്ത നൂനമാത്മാവിനു മായയാ. ദേഹോഹമഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി തൽപര്യവാൻ പുണ്യപാപാത്മക. സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തൻ വളരെ ഞാൻ. വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊല്ല വീഴുമധോഭിവി. പുണ്യമൊടും നീയാലെന്തു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹാരസമേതനായി. ഭൂമോപതിച്ചു ശാല്യാദികളായി ഭവിച്ച മോദമുൾക്കൊണ്ടു വാഴൂ ചിരതരോ. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും. ബല എന്നതിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തനിയോനിലായി വരൂ. യോനിരക്തത്തോടു സംയുക്തമായി വന്നു താനേ ചരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമം. പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയുമെല്ലാം
പേശിരുധിര പരിപ്ലുതമായി വരുമാശു തസ്യമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുമങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ടു 6 പുനഃ കിഞ്ചിന പോലും വിഴയാതെ ദഹിനാം കർണയോഹ ഛിദ്രം ഭവിക്കുമതിസ്ഫുടം. പിന്നെ മേഡ്രോപസ്തനാഭിവായുക്കളും 7 മാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായോരു ചിര കേശരോമങ്ങൾ 8 മാസി ഭവിക്കും. പുനരഭി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ. 9 മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരുമഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധത്തെ ഗർഭമായ പിണ്ഡം മുഹൂർ. മൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവന്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹോ. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമാർജിച്ചിതന്വഹം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ. ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവോ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ. സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധോ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശൽ. സുതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാൻവിധം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവുമോർത്തോളമേതും പൊറാസഖേ. നിന്നാലനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു.
വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലയിരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നതാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വര അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാ വിമോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പരമാർത്യാത്മന വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തം ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോബല ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടു കൊണ്ടുപോം മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരേ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ. മർക്കടരാജനിയോഗാൽ കവികുലം ദക്ഷിണവാരിധി തിരദേശേ വരൂ. തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയോ. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവചാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നോ നിജാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുതനായെന്നെ വിചിത്രമേ. നന്നു നന്നെത്രയും
ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമ ദേവകഥാമൃത മാഹാത്മ്യമാരാലുമോർത്താലറിയാവതല്ലേതോ. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസ്സേ മറ്റു തോന്നിലഹോ. നല്ലതു മേന്മേൽ വരണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടണമേ. നന്നായതി പ്രയത്നം ചെയ്കിലർണവമിന്നു തന്നെ കടക്കായി വരും നിർണയവും. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിദേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമോ ആകലുണ്ടാകയില്ലൊരു ജാതിയോ. എന്നു പറഞ്ഞു പറന്നു മറഞ്ഞതി അത്യുന്നതനായ സമ്പാദി വിഹായ പിന്നെ കവിവരന്മാർ കൗതുകത്തോടു മന്യോന്യമാശു പറഞ്ഞു തുടങ്ങിന. ഉഗ്രം മഹാ നക്രചക്രഭയങ്കര മഗ്രേ സമുദ്രമാലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവരെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ചക്രതനയതനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വെച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യൂഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൾ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവൾ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തരും. അങ്കദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമച്യുതമുദ്യോഗപൂർവകം
ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരുപതനിക്കെന്നൊരു കവി 30 ചാടാമെനിക്കെന്നപരനുമപ്പടി 40 മറ്റേവനും 50 60 70 80 ചാടാമെനിക്കെന്നൊരുവനും 90 ചാടുവാൻ ദണ്ഡമില്ലേഖനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായളക്കും വിധോ യൗവനകാലേ പെരും പറയും കൊട്ടി 7 വട്ടം വലത്തു വെച്ചേടിനിൽ വാർദ്ധകഗ്രസ്തനായേ നിദാനിൻ ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ ഞാനിരുപത്തൊന്നു വട്ടം പ്രദക്ഷിണദാനവാരിക്കു ചെയ്ത ദശ മാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളമദ്ഭുത എത്രയോ ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപുപൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയമിങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുമുണ്ടാമെന്ന് ദേവരൂ ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ ഇന്ദുജകൾ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടില്ല നിന്നെയൊഴിഞ്ഞു മറ്റാരെയോ ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായോരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരി ഏക്കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായഞ്ജന പെട്ടുളവായോരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലും അഞ്ജനാഗർഭച്യുതനായവനിലഞ്ജസ ജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു
മനസേ ചണ്ഡകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയ ചക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനരവർതം മൂടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറുകയ്യാരച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കയ്യിലല്ലയോ തന്നതു രാഘവനങ്കുലീയമതു മെന്തിനെന്നോർക്ക നീ തൊൽബല വീരവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കു മാമല്ലടോ ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായു പുത്രനുമുത്ഥായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈതൊഴുതിടുവാൻ രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതനാരൂഢകൗതുകം ചൊല്ലിനാൻ പിന്നെയോ ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോട് തീർത്തിടുവാൻ പിന്നെയും നിഗ്രഹിച്ചിടും ദശാസ്യന് രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നോ വരായിക കല്യാണം ഭവിക്കതേ മരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമ കാര്യാർത്ഥമായല്ലോ പോകുന്നു
ആശീർവചനവും ചെയ്തു കവികുലമാസുപോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിന ഇത്തം പറഞ്ഞറിയിച്ചോരു ദത്തയും ബദ്ധമോദത്തോടിരുന്നത് കാലമേ. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജോത്സ്യൻ സേതുമാധവൻ പണിക്കർ എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.